തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതക അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തൽ. അനീഷയുടെ വീട്ടിലെ പരിശോധനയിൽ ആദ്യ കുട്ടിയുടെ അസ്ഥി കണ്ടെത്തി. ഭവിന്റെ വീട്ടിലെത്തി രണ്ടാമത്തെ കുട്ടിയെ മറവ് ചെയ്ത കുഴിയും പരിശോധിക്കുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ പറഞ്ഞു. വള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാസ്ത്രീയ പരിശോധനയും തെളിവെടുപ്പും പൂർത്തീകരിച്ചു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഇത് ഏറെ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് നടന്നത്. അതിലിപ്പോൾ പടിപടിയായി ഓരോന്നും പുറത്തു വരികയാണ്. വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യ കുട്ടിയെ പോലീസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കൊലപ്പെടുത്തുന്നത്. അതിന്റെ ആ കുഞ്ഞിന്റെ അസ്ഥികളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്? അഖില, 2021 നവംബർ 6 ജനിച്ച ആദ്യ കുട്ടിയെ കൊലപ്പെടുത്തിയ അനീഷ കുഴിച്ചു മറവ് ചെയ്ത സ്ഥലത്തു നിന്നാണ് പോലീസ് പുതിയ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയ പരിശോധനകളുടെ സാമ്പിൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പരിശോധനകൾ നടത്തിയത്. പരിചയസമ്പന്നനായ ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് കുഴിയെടുത്തതിന് ശേഷം അവിടെ നടത്തിയ ശാസ്ത്രീയ ഫോറൻസിക് തെളിവെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിലാണ് കുഞ്ഞിന്റെ അസ്ഥികൾ കണ്ടെത്തിയത്. വളരെ ഈ അസ്ഥികൾ അനീഷ ഇവിടെ നിന്നും ആദ്യഘട്ടത്തിൽ മാറ്റിയതിനു ശേഷം ശേഷിച്ച അസ്ഥിയുടെ കഷ്ണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ അസ്ഥികളും ഈ പ്രദേശത്തെ മണ്ണും ഈ സ്ഥലത്തെ മണ്ണും പോലീസ് ഫോറൻസിക് സംഘം സാമ്പിളുകളായി ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനകൾക്ക് DNA പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ് അടുത്ത ലക്ഷ്യം. സാഹചര്യ തെളിവുകളാണ് ഈ കേസിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് സാഹചര്യ തെളിവുകളായിരിക്കും കേസിലെ നിർണായക തെളിവുകളായി മാറുക. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കുഞ്ഞിന്റെ അസ്ഥികൾ കണ്ടെടുത്തതോടുകൂടി ആദ്യ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടി അനീഷ നൽകിയ മൊഴിയുമായി ഒത്തുനോക്കുമ്പോൾ അത് വസ്തുതയാണെന്ന് മനസ്സിലാക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കുഞ്ഞിനെ മറവ് ചെയ്ത പുതുക്കാട് ആമ്പല്ലൂരിലുള്ള നെന്മണിക്കരയിലെ ഭവിന്റെ വീട്ടിലേക്കാണ് അന്വേഷണ സംഘം ഇനി പോകുന്നത്. അവിടെ രണ്ടാമത്തെ കുഞ്ഞിനെ മറവ് ചെയ്ത സ്ഥലത്ത് കുഴിയെടുത്ത് വീണ്ടും പരിശോധിക്കും. ഇത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ഒരു തോട്ടിലാണ് കുഴിയെടുത്തത്. വെള്ളമില്ലാത്ത സമയത്ത് ആ തോട്ടിൽ കുഴിയെടുത്ത് കുഞ്ഞിനെ മറവ് ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ വെള്ളമുണ്ട്. അങ്ങനെയെങ്കിൽ ആ വെള്ളം വറ്റിച്ച് വീണ്ടും കുഴിയെടുത്ത് അവിടെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഭവിനെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ആദ്യ കുഞ്ഞിന്റെ അസ്ഥികളിൽ കുറച്ച് അസ്ഥികൾ വീട്ടിൽ തന്നെ വെച്ച് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ശേഷിക്കുന്ന അസ്ഥികളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥികളും ഒത്തുനോക്കി പരിശോധനയിൽ അത് DNA പരിശോധനയിൽ ഒരു കുട്ടിയുടേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് സംഘത്തിനും ഫോറൻസിക് സംഘത്തിനുമാകും. അതിനുള്ള നീക്കങ്ങളാണ് ഇനി നടക്കുക. രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥി കൂടി കണ്ടെത്തിയാൽ നിലവിൽ ഈ ഭവിൻ പ്ലാസ്റ്റിക് ബാഗിലാക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അസ്ഥികളുമായി സാമ്പിൾ ഒത്തുനോക്കും, പരിശോധിക്കും. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ 2 കുഞ്ഞുങ്ങളുടെ മരണം തെളിവുകളോടെ ഉറപ്പാക്കാൻ പോലീസിനാവും. എങ്കിൽ പോലും ഒരു വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ്. പക്ഷെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊന്നതെന്ന് അമ്മയായ അനീഷ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് കോടതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ കൂടി പിൻബലം വേണം. അതുകൂടി കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം ശേഖരിച്ച് തുടർ നടപടികളുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. ഏതായാലും ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ടോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഈ തെളിവ് ശേഖരണം പൂർത്തീകരിക്കാനും പ്രതികളെ വീണ്ടും ഈ തെളിവ് ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുമാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതൊക്കെയാലും ചാലക്കുടി ഡിവൈഎസ്പിയും ഈ കുഴിയെടുത്ത് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഒക്കെ പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ.